ഹായ് ഏവർക്കും നമസ്കാരം. എല്ലാവർക്കും അഡ്ഡ 2% മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷ നടക്കാൻ പോവാണ് അല്ലേ. അപ്പോൾ അതിൽ ഹൈക്കോർട്ടിൻ്റെ ഒരു വിജ്ഞാപനം കഴിഞ്ഞ മാർച്ച് 26 വന്നിരുന്നു. അയക്കേണ്ട അവസാന ഡേറ്റ് മെയ് 2 ആയിരുന്നു. ഏവർ വായിച്ചു കാണണം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സിലബസിൽ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്, ആശയക്കുഴപ്പമല്ല, ഒരു സംശയം, ഇതിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടൊരു സംശയം നിലനിൽക്കുന്നത് ഇംഗ്ലീഷ് 50 മാർക്കിനാണ്. ഇപ്പോൾ കേരള PSCക്ക് സാധാരണ 10 അല്ലെങ്കിൽ 20 മാർക്കിനെ വരാറുള്ളൂ. ഇവിടെ 50 മാർക്കിനാണ്. ഇംഗ്ലീഷ് മാത്രം പഠിച്ച പരീക്ഷ പാസ്സാകുന്നൊരു ചോദ്യം പൊതുവേ ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ഡിസ്കഷൻ നോക്കാം. എങ്ങനെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റൈൽ പോകേണ്ടത് നമുക്കൊന്ന് കൃത്യമായി പരിശോധിക്കാം. നോക്കൂ, ആദ്യം ഈ പരീക്ഷൻ്റെ ജനറലായിട്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നോക്കൂ, ഈ പരീക്ഷയ്ക്ക് ആദ്യം ഒരു OMR ടെസ്റ്റാണ് അല്ലേ. ആദ്യം ഒരു OMR ടെസ്റ്റാണ്. ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് 75 മിനിറ്റാണ്. കേരള PSCയെ പോലെ തന്നെ 100 മാർക്കിനാണ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ ആ ഫാക്റ്റ് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ എഴുത്തു പരീക്ഷയുമായി ബന്ധപ്പെട്ട 60 മിനിറ്റാണ് എഴുത്തു പരീക്ഷ. 60 മാർക്കാണ് നിലവിൽ കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും പിന്നെയുള്ളത് എന്താണ്? പിന്നെ ഒരു ഇൻ്റർവ്യൂ ആണ്. ഇതാണ് ഈ പരീക്ഷേൻ്റെ ഒരു ജനറൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. 10 മാർക്കാണ് ഇൻ്റർവ്യൂ അല്ലെ, 10 മാർക്കിന്. അങ്ങനെ ടോട്ടലി 170ക്കാണ് ഈ പരീക്ഷകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഇവിടെ ഇംഗ്ലീഷിൻ്റെ ഒരു അതിപ്രസരം ഇവിടെ കയറി വരുന്നുണ്ട് അല്ലേ. എവിടെ അത് കൃത്യമായി കയറി വരുന്നതാ? നോക്കൂ, ഇവിടെ 50 മാർക്കിന് ഇംഗ്ലീഷാണ്. ഇവിടെ GK അല്ലെങ്കിൽ ആ ഒരു OMR പരീക്ഷയുമായി ബന്ധപ്പെട്ട പരിശോധിക്കുന്ന സമയത്ത് GK എത്ര മാർക്കാണ്? 50 മാർക്ക്. അത് GK അല്ല, നമ്മുടെ GK 40 മാർക്കാണ്. GK 40 മാർക്കാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആണെങ്കിലോ അത് 50 മാർക്ക് വരുന്നുണ്ട്. മാത്തമാറ്റിക്സ് ആൻഡ് റീസണിങ്ങോ എത്ര മാർക്ക് വരുന്നുണ്ട്? 10 മാർക്ക് വരുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ഗ്രാമറും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ മാത്രം എഴുതാൻ കഴിയുന്ന 3 ടോപ്പിക്കുകൾ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒന്ന് പ്രിസ എന്ന പേരിൽ ഒരു ടോപ്പിക്ക്, പിന്നെ ഉള്ളത് എസ് എന്ന പേരിൽ ഒരു ടോപ്പിക്ക്, പിന്നെ ഉള്ളത് കോംപ്രിഹെൻഷൻ എന്ന പേരിൽ. അപ്പം അത്യാവശ്യം ഇംഗ്ലീഷിൻ്റെ ഗ്രാമാറ്റിക്കൽ പോർഷനും കുറച്ച് ഒക്കാബുലറി കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് അറിയേണ്ട ഒരു ടോപ്പിക് തന്നെയാണ് ഈ ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ എഴുത്തു പരീക്ഷ എന്ന പേരിൽ 60 മിനിറ്റ് 60 മാർക്കിന് കൊടുത്തിരിക്കുന്നു. 60 മിനിറ്റാണ് എഴുത്തു പരീക്ഷ, 60 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. 60 മിനിറ്റ് 60 മാർക്ക് എന്ന പേരിൽ എഴുത്തു പരീക്ഷ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് കൃത്യമായിട്ട് പ്രിസയും എസ്സയും കോംപ്രിഹെൻഷനും ചേർത്ത് കൊടുത്തിരിക്കുന്നു അല്ലേ. അപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് 2 ഒറ്റ ദിവസമാണ്. അതായത് OMR ടെസ്റ്റും എഴുത്തു പരീക്ഷയും ശ്രദ്ധിക്കുക. OMR ടെസ്റ്റും എഴുത്തു പരീക്ഷയും ഒറ്റ ദിവസമാണെന്നൊരു ഫാക്റ്റ് മറക്കരുത്. രാവിലെ 10 to 11 രാവിലെയാണ് പരീക്ഷയെങ്കിൽ 10 to 11 പരീക്ഷയും 11 ശേഷം നിങ്ങളെ ആ OMRൻ്റെ പേപ്പർ തിരികെ വാങ്ങുകയും പിന്നെ എന്ത് തരം എഴുത്തു പരീക്ഷ പേപ്പറുകൾ തിരികെ വാങ്ങും. അപ്പോൾ അങ്ങനെ ഒരു ഫോർമാറ്റാണ് ഈ പരീക്ഷ. കേരള PSCയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടൊരു ഫോർമാറ്റിലാണ് പരീക്ഷ പോകുന്നത്. ഇത് പാസ്സായി വരികയാണെങ്കിൽ ഇൻ്റർവ്യൂ ഉണ്ട്. ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കാം, കട്ട് ഓഫുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അതായത് ഇവിടെ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ OMR പരീക്ഷൻ്റെ കട്ട് ഓഫ്, OMR പരീക്ഷ കഴിയുമ്പോൾ അതിനൊരു പ്രത്യേകം കട്ട് ഓഫ് ഉണ്ടല്ലേ. ആ OMRൻ്റെ കട്ട് ഓഫ്, ആ OMR പരീക്ഷയുടെ കട്ട് ഓഫ് നിങ്ങൾ പാസ്സായാൽ മാത്രമേ നിങ്ങളുടെ എഴുത്തു പരീക്ഷ പേപ്പറുകൾ ചെക്ക് ചെയ്യുകയുള്ളൂ, നോക്കുകയുള്ളൂ. അപ്പോൾ ഈ OMR പരീക്ഷയ്ക്ക് ഒരു പ്രത്യേക കട്ട് ഓഫ് ഉണ്ട്. അത് പാസ്സായാൽ മാത്രമേ നിങ്ങളുടെ എഴുത്തു പരീക്ഷ പേപ്പറുകൾ കൗണ്ട് ചെയ്യുകയുള്ളൂ എന്നൊരു ഫാക്റ്റ് ഇവിടെ ഉണ്ട്, മറക്കരുത്. എങ്ങനെയാണ് OMR പരീക്ഷൻ്റെ കട്ട് ഓഫ് കൃത്യമായി അത് എക്സാം കഴിഞ്ഞതിന് ശേഷം ഹൈക്കോടതി ഡിക്ലെയർ ചെയ്യും. അപ്പോൾ ആ കട്ട് ഓഫ് പാസ്സായാൽ മാത്രമേ എഴുത്തു പരീക്ഷൻ്റെ പേപ്പറുകൾ കൗണ്ട് ചെയ്യുള്ളൂ എന്ന് മറക്കരുത്. അതായത് ഇപ്പോൾ 1,00,000 പേർ പരീക്ഷ എഴുതി, 5,000 പേർ OMR പരീക്ഷയെ കട്ട് ഓഫ് ക്ലിയർ ചെയ്തു. ആ 5,000 പേരുടെ പേപ്പർ മാത്രമേ, എഴുത്തു പരീക്ഷ പേപ്പർ മാത്രമേ നോക്കിയുള്ളൂ, അവരെ മാത്രമേ ഇൻ്റർവ്യൂ വിളിക്കുകയുള്ളൂ എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, മറക്കരുത്. ഇനി നമ്മൾ നോക്കുക, ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട 50 മാർക്കിനാണ്. ഇവിടെ ശ്രദ്ധിക്കാം, നിങ്ങൾ ഈ OMR പരീക്ഷയിൽ എത്രമാത്രം മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യുന്നു, നിങ്ങൾ അത്രമാത്രം റാങ്കിൽ ടോപ്പിൽ വരികയാണ്. ശ്രദ്ധിക്കാം, ഇംഗ്ലീഷ് മാത്രം പാസ്സായതുകൊണ്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാത്രം പഠിച്ച് ആ 50 മാർക്ക് സ്കോർ ചെയ്താൽ ഒരിക്കലും ഈ എക്സാം പാസ്സാകില്ല. കാരണം നമുക്ക് നോർമലി അറിയാം ഈ 50 മാർക്ക് പോരാ. ഇപ്പം നിങ്ങൾ ഇംഗ്ലീഷിന് 50-50 മേടിച്ചു, 50-50 മേടിച്ചു, അല്ലെങ്കിൽ ഇംഗ്ലീഷിന് 50-50, അപ്പോൾ ടോട്ടലി 100 50 മാർക്കുണ്ട്, 50 ശരിയാണെന്നൊക്കെ വിചാരിക്കും. അതൊരു എന്താ പറയുക, ഇമാജിനറി സിറ്റുവേഷനാണ്. 45-50 മേടിച്ചു എന്ന് വിചാരിക്കാം. 50-50 ശരിയാക്കുക അത്ര എളുപ്പമല്ല, എന്നാൽ അത് നടക്കുന്ന കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ ഇനി 100-50 ആയിട്ടുള്ളൂ. അപ്പം 100-50 മാർക്കേ ആയിട്ടുള്ളൂ, മതിയോ? പോരാ.
ഇപ്പോൾ 100 ഒരു കാരണവശാലും ഇപ്പോൾ മുൻകാല കട്ട് ഓഫുകളെ പരിശോധിക്കുമ്പോൾ എല്ലാ കട്ട് ഓഫുകളും 55-ന് മുകളിലാണ്. അപ്പം ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് മുൻകാല കട്ട് ഓഫുകളെ പരിശോധിക്കുമ്പോൾ എല്ലാം എന്താണ് 55+ അല്ലേ വന്നിരിക്കുന്നത്. എല്ലാ കട്ട് ഓഫുകളും 55+ ആണ് വന്നിരിക്കുന്നത്. അപ്പം ഈ 50 മാർക്ക് എന്ന് പറയുന്നത് ഒരിക്കലും കട്ട് ഓഫ് പോലും ക്ലിയർ ചെയ്യാൻ കഴിയാത്തൊരു മാർക്കിലേക്ക് നിങ്ങൾ തള്ളപ്പെടാം. ഏതിന്? ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് ഇംഗ്ലീഷ് ഒള്ളി പഠനമാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ, ഇംഗ്ലീഷ് ഒള്ളി പഠനമാണെങ്കിൽ പലപ്പോഴും നിങ്ങൾ കട്ട് ഓഫ് കയറാൻ സാധ്യത ഭയങ്കര കുറവാണ്. 95% കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ സാധ്യത കുറവാണ്. കാരണം മുൻകാല ഹൈക്കോർട്ട് ചരിത്രം, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയുടെ മുൻകാല പാറ്റേണുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? ഇവിടെ ഇംഗ്ലീഷിൽ മാത്രം പഠിച്ചൊരു പരീക്ഷ പാസ്സാവില്ല. ശ്രദ്ധിക്കാം. ഇവിടെ മാത്രമല്ല, ഇവിടെ നമുക്ക് മറ്റൊരു പ്രശ്നമുണ്ട്. ഈ കട്ട് ഓഫ് ഒരു പക്ഷേ 55 എന്ന് വിചാരിക്കുക, 55+. എല്ലാ വർഷവും അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ കട്ട് ഓഫ് ഏകദേശം 55 ആണെങ്കിൽ നമ്മൾ വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ ഒരു 5 മാർക്ക് കൂടെ GKക്ക് മേടിച്ചാൽ പോരെ. നല്ല അങ്ങനെയല്ല. ഇവിടെ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരമാവധി മാക്സിമം മാർക്കിനെ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം മാർക്കിനെ സ്കോർ ചെയ്യാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം തീർച്ചയായിട്ടും. കാരണം എന്താ, നമുക്കറിയാലോ ഓരോ മാർക്ക് കൂടുന്തോറും നമ്മൾ റാങ്ക് ലിസ്റ്റിൻ്റെ ടോപ്പിലേക്ക് വരികയാണ്. ഒരു മാർക്ക് പോലും കളയാനില്ല. 50 മാർക്കിൻ്റെ ഇംഗ്ലീഷ് തീർച്ചയായിട്ടും നോക്കിയിരിക്കണം. അത് മാത്രം മതിയോ? പോരാ. അതിലുപരി 40 മാർക്കിൻ്റെ GKയിലും നിങ്ങൾ കാര്യമായി നോക്കിയിരിക്കണം. 10 മാർക്കിൻ്റെ മാത്സ് ആർ റീസണിങ് നിങ്ങൾ കൃത്യമായി നോക്കിയിരിക്കണം. പരമാവധി മാർക്കിനെ സ്കോർ ചെയ്യുമ്പോൾ നേട്ടം എന്താണ്? നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ടോപ്പിലേക്ക് വരികയാണ് അല്ലേ. റാങ്ക് ലിസ്റ്റിൽ ടോപ്പിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ് ഏതൊരു പരീക്ഷ. അതാണ് ഫോർമാറ്റ്. കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ ഇതിൻ്റെ അർത്ഥം? റാങ്ക് ലിസ്റ്റിൽ അവസാനമുള്ള വ്യക്തിയുടെ മാർക്കാണല്ലേ. കട്ട് ഓഫ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും അവസാനം കിടക്കുന്ന ആളുടെ മാർക്കാണ് കട്ട് ഓഫ്. കട്ട് ഓഫ് മാർക്ക് മേടിച്ചാൽ ജോലി ഷുവർ ഇല്ല. കാരണം കേരള PSC സംബന്ധിച്ച പോലെ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ എത്രയാണോ കട്ട് ഓഫ് അവിടുന്ന് ഒരു 15 to 20 മാർക്ക് വരെ കൂടുതൽ വാങ്ങാം. എത്രയാണ് ഇപ്പോൾ 55 കട്ട് ഓഫ് എങ്കിൽ ഒരു 75-80 മാർക്ക് മേടിക്കുന്ന ആൾ തീർച്ചയായിട്ടും ആദ്യ 10-ലുണ്ടാകും. അത് എല്ലാ പരീക്ഷയിലും സംഭവിക്കുന്ന ഒരു യൂണിവേഴ്സൽ ഫാക്ട് തന്നെയാണ് അല്ലേ. എല്ലാ പരീക്ഷയിലും സംഭവിക്കുന്ന യൂണിവേഴ്സൽ ഫാക്റ്റാണ്. കട്ട് ഓഫ് എത്രയാണോ അതിനെക്കാട്ടിട്ട് 15-20 മാർക്ക് കൂടുതൽ മേടിക്കുന്ന വ്യക്തി തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പം കട്ട് ഓഫിന് അടുത്ത് കിടക്കുന്നവർക്ക് സാധ്യത എപ്പോഴും കുറവായിരിക്കും. ശ്രദ്ധിക്കുക. കട്ട് ഓഫിന് ഏതൊരു പരീക്ഷയിലും ഉള്ള പോലെ ഹൈക്കോടതിയിൽ സംഭവിക്കുന്നുണ്ട്. കട്ട് ഓഫിന് അടുത്ത് കിടക്കുന്ന മാർക്കുകളും പലപ്പോഴും റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റുക വളരെ വളരെ റയർ കേസിൽ മാത്രം സംഭവിക്കുന്നതാണ്. അല്ലാത്ത പക്ഷം നമ്മൾ ഒരു നോർമൽ കേസിൽ സംഭവിക്കേണ്ടത് കട്ട് ഓഫ് എത്രയാണോ അവിടുന്ന് 15 to 20 മാർക്ക് കൂടുതൽ പഠിക്കണം നല്ലതാണ്. ഇപ്പോൾ ഹൈക്കോടതിയെ സംബന്ധിച്ച് 50 മാർക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാത്രം നോക്കിയിട്ട് പോലെ എന്താ പ്രശ്നം? കട്ട് ഓഫ് ഒരിക്കലും താഴ്ന്നു വരുന്നില്ല. മുൻകാല ഹൈക്കോടതിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ 55+ ആണ് എപ്പോഴും പോയിരിക്കുന്നത്. അപ്പോൾ 55+ വേണം. പിന്നെ നമുക്ക് അഡീഷണൽ GK പറഞ്ഞല്ലോ, കട്ട് ഓഫ് A+ നല്ലൊരു മാർക്ക് 15 to 20 മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു 50 മാർക്ക് കിട്ടുമായിരിക്കും. ഇവിടെ നമ്മുടെ എഴുതു പരീക്ഷയും വൃത്തിയായി എഴുതാൻ കഴിയും. പക്ഷേ കട്ട് ഓഫ് ക്ലിയർ ആവുമോ? ഇല്ല. ഇനി എങ്ങാനും കട്ട് ഓഫ് ഇപ്പോൾ 50 മാർക്ക് വെച്ച് കട്ട് ഓഫ് ക്ലിയർ ആയെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു കേസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 50 മാർക്ക് വെച്ച് കട്ട് ഓഫ് ക്ലിയർ ആയാൽ വല്ല കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? കട്ട് ഓഫിന് അടുത്തുള്ള മാർക്കല്ലേ. നിങ്ങൾക്ക് 51 മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ പ്രശ്നമാണ് കട്ട് ഓഫിന് അടുത്തുള്ള മാർക്കാണ്. അപ്പോയിൻമെൻറ്റ് സാധ്യതയുണ്ടോ? ഒട്ടുമില്ല. ലെവലേശമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? കട്ട് ഓഫ് A+15 70 മാർക്ക് ഉണ്ടെങ്കിൽ അദ്ദേഹം 10-നകത്ത് വന്നിരിക്കും. പക്ഷെ ഞാൻ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യുന്നു, ഈ കട്ട് ഓഫ് 50-ലേക്ക് താഴുക എന്ന് പറയുന്നത് പോസിബിലിറ്റി ഒരു 5% മാത്രമേ ഉള്ളൂ. കാരണം മുൻകാല ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ അതിൻ്റെ കട്ട് ഓഫുകൾ പരിശോധിക്കുമ്പോൾ 55+ ആണ് പലപ്പോഴും പോയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് മാത്രം നോക്കാതെ ബാക്കിയുള്ള GK വിഷയങ്ങളെ കൃത്യമായി നോക്കിയിരിക്കണം. അവിടെ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് സബ് ടോപ്പിക്കുകളുടെ എണ്ണം കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഹിസ്റ്ററി ഇത്ര, ജോഗ്രഫി ഇത്ര. ഞാൻ ആ സിലബസിനെ ഒന്ന് ഷെയർ ചെയ്യട്ടെ. നോക്കൂ, ഇതാണൊരു ചലഞ്ച്. ഇതാണ് ഒഫീഷ്യൽ സിലബസിൻ്റെ ഡീറ്റെയിൽസ്. ഇവിടെ ജനറൽ നോളജ് 40 മാർക്കെന്നേ ഉള്ളൂ. സബ് ടോപ്പിക് ആയിട്ടുള്ള ഫാക്ട് അബൌട്ട് ഇന്ത്യ എത്രയെന്നോ, ഫാക്ട് അബൌട്ട് കേരളം എത്രയെന്നോ, കോൺസ്റ്റിറ്റ്യൂഷൻ എത്രയാണെന്നോ, ജനറൽ സയൻസ് എത്രയാണെന്നോ, IT എത്രയാണെന്നോ, കറണ്ട് അഫെയർ എത്രയാണെന്നോ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക.
അപ്പോൾ സബ് ടോപ്പിക്കിൻ്റെ എണ്ണം കൊടുത്തിട്ടില്ല, അത് മുൻകാല ചോദ്യപേപ്പർ പരിശോധിക്കാം. മുൻകാല ചോദ്യപേപ്പർ പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് സബ് ടോപ്പിക്ക് എങ്ങനെ ഏകദേശ ആവറേജ് ലെവൽ ഓഫ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കിട്ടുന്നതായിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ അതിശക്തമായും സ്ട്രോങ് ആയും മുന്നോട്ട് പോവുക. ഇതുമായി ബന്ധപ്പെട്ട് പഠനവേളയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങളോ ഡൗട്ടോ ഒക്കെ വരികയാണെങ്കിൽ കൃത്യമായി വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി ഇടണം മറക്കരുത്. അതിലുപരി നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യൂട്യൂബ് ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള അപ്ഡേഷൻസ് ഫാസ്റ്റായിട്ട് വരും. അതുപോലെ തന്നെ പഠനം ഫാസ്റ്റാക്കാൻ ഏറ്റവും പ്രധാനമായും 2 കാര്യങ്ങൾ ചെയ്യാം. 2-1 ചെയ്യാം. ഒന്നുകിൽ നിങ്ങളുടെ സെൽഫ് സ്റ്റഡി പ്രിപ്പറേഷൻ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാം. അതല്ല നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്കുള്ള പ്രിപ്പറേഷൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ ബാച്ചിലേക്ക് വരാം. ഇതുമായി ബന്ധപ്പെട്ടൊരു സൂപ്പർ ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ്. നോക്കൂ, ആ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ്റെ ഡീറ്റെയിൽസ് ഞാനൊന്ന് പരിചയപ്പെടുത്താം. നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ബാച്ചിലേക്ക് പോകണേക്കണം. നോക്കൂ, ബാച്ചിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ നേരെ ഗൂഗിൾ കയറിയോ, അവിടെ കൊടുത്തേ adda247 മലയാളം എന്ന് കൊടുത്തോ. അതിൽ ആദ്യം കാണുന്ന വെബ്സൈറ്റ് എടുത്തേ, adda247 മലയാളം എന്ന് കൊടുക്കുക. ആദ്യം കാണുന്ന വെബ്സൈറ്റ് എടുക്കുക. താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയേ, താഴോട്ട് സ്ക്രോൾ ചെയ്യണ്ട, ആദ്യം കിടപ്പുണ്ട് കേട്ടോ. നോക്കൂ, അവിടെ ആദ്യം കിടപ്പുണ്ട് കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ബാച്ച്. കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ബാച്ച് ഏറ്റവും പുതിയ ബാച്ച്, 4ാമത്തെ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്ന് ആരംഭിച്ചത് മെയ് 29. അപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കേരളത്തിലെ 4ാമത്തെ ബാച്ച് മെയ് 29 ആരംഭിച്ചിട്ടുണ്ട്. ഒരേ സമയം OMR വിത്ത് എഴുത്ത് പരീക്ഷ പ്രാക്ടീസിംഗ്. ഈ പരീക്ഷയ്ക്ക് മറ്റൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ OMR മാത്രം പ്രിപ്പയർ ചെയ്യുന്നത് അബദ്ധമാണ്. പകരം എന്ത് ചെയ്യണം, OMRനൊപ്പം തന്നെ എഴുത്ത് പരീക്ഷയും കൂടെ ഫോക്കസ് ചെയ്യണം. എന്തുകൊണ്ട്? 2 ഒരേ ദിവസമാണ്. OMRും എഴുത്ത് പരീക്ഷയും ഒരേ ദിവസം, ഒരേ സമയം, ഒരേ സ്ലോട്ടിലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ സമയത്ത് ശ്രദ്ധിക്കുക, ഒരേ സമയം OMRും പോയിരിക്കണം, എഴുത്ത് പരീക്ഷ കോച്ചിങ്ങും കൃത്യമായി പോയിരിക്കണം. അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് പ്രിപ്പറേഷൻ എങ്കിൽ അത് കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കണം. എഴുത്ത് പരീക്ഷയും OMRും കൃത്യമായി പോകണേ, മറക്കല്ലേ, ശ്രദ്ധിക്കൂ. അതിനാൽ ഈ ബാച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ 200 മണിക്കൂർ ലൈവ് ക്ലാസ്സാണ്. ശ്രദ്ധിക്കാം, ലൈവ് മാത്രമല്ല, ഒരേ സമയം ലൈവ് ആൻഡ് റെക്കോർഡിംഗ്. അതായത് ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ലൈവിൽ കൃത്യമായി ജോയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡ് സെഷൻ ക്ലാസ് കഴിഞ്ഞൊരു 3 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ adda247 ആപ്പിലേക്ക് റെക്കോർഡ് ചെയ്ത് വരുന്നതായിരിക്കും. നോക്കപ്പോൾ ഒരേ സമയം ലൈവ് ആൻഡ് റെക്കോർഡിംഗ് യൂസ് ചെയ്യാം. 220 മണിക്കൂറാണ്, 220 മണിക്കൂർ ലൈവ് ആൻഡ് റെക്കോർഡിംഗ് സെഷൻ ക്ലാസ്സുകൾ, 73 ടെസ്റ്റ് സീരീസ് ഉണ്ട്. 73 ടെസ്റ്റ് സീരീസ്, 47 ബുക്ക് ഉണ്ട്. 73 ടെസ്റ്റ് സീരീസുകൾ ഇതിനോടൊപ്പം ഉണ്ട്. സിലബസ് അടിസ്ഥാനത്തിൽ പിന്നെയുള്ള 47 ബുക്സും അവൈലബിൾ ആണ്. ഇതെല്ലാം വെച്ചുകൊണ്ട് കൃത്യമായി ബാച്ചുകൾ 29 ആരംഭിച്ചു. ഏവർക്കും ബാച്ചിലേക്ക് സ്വാഗതം. അഡ്മിഷൻ എടുക്കാനായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിലവിലെ ഫീസ് കൊടുത്തേക്കുന്നത് 3000 ആണ് അല്ലേ. 2999 ഫീസ്. അത്ര അടയ്ക്കേണ്ട. പകരം ബൈൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഒരു കൂപ്പൺ കോഡ് ചോദിക്കുന്നുണ്ടോ, നമ്മൾ അവിടെ കൊടുക്കേണ്ട കോഡ് ഏതാ, കോഡ് കൊടുത്തേ. ഡിസ്കൗണ്ട് കോഡുണ്ട്. adda247 മലയാളത്തിൽ ഏത് കോഴ്സ് പർച്ചേസ് ചെയ്യാനും കൊടുക്കേണ്ട കോഡ് ഏതാ, കൊടുത്തേ. യെല്ലോയിൻ്റെ Y കൊടുത്തു. ഇനി കൊടുത്തേ 364 അപ്ലൈ ചെയ്തു. കൊടുത്തേ യെല്ലോയിൻ്റെ Y കൊടുത്തു. Y 364 എന്ന് കൊടുത്തോ. Y 364 കൊടുത്തായിരുന്നോ, കൊടുത്തു. ഇനി അപ്ലൈ കൊടുത്തേ. ഇവിടെ ഒരു അപ്ലൈ ഉണ്ട്, അപ്ലൈ കൊടുത്തേ, കൊടുത്തു. കണ്ടായിരുന്നോ? യെല്ലോയിൻ്റെ Y കൊടുക്കുക. ഇനി കൊടുക്കണം 364 എന്ന് കൊടുത്ത് അപ്ലൈ കൊടുത്തേ. അപ്ലൈ ആയിട്ടുണ്ട്. അപ്ലൈ കൊടുത്തേ. കണ്ടോ, ഒരു മൈനസ് സൈൻ വന്ന് 580 കുറഞ്ഞ ഉണ്ടായിരുന്നു. അപ്പോഴൊരു മൈനസ് സൈൻ വന്നു, 580 കുറഞ്ഞ ഡിസ്കൗണ്ട് വന്നിട്ട് 2489 അല്ലേ. നോക്കി, 2489 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈസിലി ബാച്ചുകൾ അസസ് ചെയ്യാൻ കഴിയും. ശ്രദ്ധിക്കുക, ഡിസ്കൗണ്ട് കോഡ് മറക്കണ്ട, Y364. അപ്പോൾ എത്രയും വേഗം നിങ്ങളുടെ ഒരു സെൽഫ് സ്റ്റഡി പ്രിപ്പറേഷൻ സിലബസിനെ മനസ്സിലായിട്ടുണ്ട്, പരീക്ഷ പഠിക്കേണ്ട പാറ്റേൺ മനസ്സിലായിട്ടുണ്ട്. എത്രയും വേഗം സെൽഫ് സ്റ്റഡി പ്രിപ്പറേഷൻ ആരംഭിക്കാം. ഒറ്റയ്ക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ബാച്ചിലേക്ക് പോരെ. അതിലുപരി നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട, ഡിസ്കൗണ്ട് കോഡ് Y364 ആണ്. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ കൊടുത്ത് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയുള്ള എല്ലാ അപ്ഡേഷൻസും, കേരളത്തിലെ കംപ്ലീറ്റ് പരീക്ഷയുള്ള സിലബസ്, റാങ്ക് ലിസ്റ്റ്, ഷോർട്ട് ലിസ്റ്റ്, മോക്ക് ടെസ്റ്റുകൾ, ബാച്ച് ഡീറ്റെയിൽസ് ഒക്കെ അതിവേഗത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ആപ്പുകൾ അവൈലബിൾ ആണ്. കൃത്യമായി ശ്രദ്ധിക്കാം, പ്ലേ സ്റ്റോറിലും ആപ്പിൾ ഫോണുകളിലും കൃത്യമായിട്ട് നമ്മുടെ ആപ്പുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ആ സ്റ്റോറുകളിൽ കൃത്യമായ adda247 ആപ്പുകൾ അവൈലബിൾ ആണ്. അതിൽ കൃത്യമായി ഫ്രീ ക്ലാസ്സുകളും ക്യൂസുകളും അതുപോലെ തന്നെ PDF നോട്ടുകളും അതുപോലെ കറണ്ട് അഫയർ സെഷൻസും കൃത്യമായി കിട്ടുന്നതായിരിക്കും. ഓക്കെ അല്ലേ? താങ്ക് യു.